അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒന്നാണ് ദീനിൽ ഫിത്ന ഉണ്ടാക്കുക, ദീനിൽ ഫിത്ന ഉണ്ടാക്കുന്ന ആളാവുക എന്നുള്ളത്. അതുപോലെ തന്നെ നാട്ടിൽ ഫിത്ന ഉണ്ടാക്കുക, മോശം പ്രവർത്തിക്കുക, മോശം ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത, നമ്മൾ അതിനൊക്കെ മടിക്കുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ ദീനിൽ ഫസാദ് ഉണ്ടാക്കുന്ന, ഫിത്ന ഉണ്ടാക്കുന്നതായിട്ട് സ്വപ്നം കാണുകയല്ല, അതൊരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്. ദീനിൽ ഫിത്ന ഉണ്ടാക്കുന്നവനാകും. പിന്നെയോ മയ്യത്തിന് വേണ്ടി ഖേദം പ്രകടിപ്പിക്കുന്നവനാകും, അല്ലെങ്കിൽ രാജാവിൻ്റെ മന്ത്രി സേവകനാകും എന്നുള്ളതൊക്കെ ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. ഹൈലൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ദീനിൽ ഫിത്ന ഉണ്ടാക്കുന്നവനാകും. അപ്പോൾ അത് ഏത് സ്വപ്നം കണ്ടാലാണ് അങ്ങനെയുള്ള വ്യാഖ്യാനം വരിക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഓന്തുണ്ടല്ലോ, ഓന്ത് നമുക്കറിയാം, അത് നിറം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിൻ്റെ നിറങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ചില ഓന്തുകൾ ഇങ്ങനെ ഒരു നിറത്തിൻ്റെ മേലെ കയറിയിരുന്ന അതിന് നിറം മാറും എന്നുള്ളതൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓന്തിനെ സ്വപ്നം കണ്ടാൽ ഓന്ത് നമുക്ക് ഏവർക്കും പരിചയമുള്ള ഒന്നാണ്. മനുഷ്യൻ്റെ വാക്കുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നാം പറയാറുള്ള വാക്കാണ് അല്ലേ, ഓന്ത് നിറം മാറുന്ന പോലെ മാറുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ. നാം ഓന്തിൻ്റെ സ്വപ്നം കാണുമ്പോൾ നമ്മൾ അനുമാനിക്കും, നമ്മൾ വിചാരിക്കും ഇതിൻ്റെ വ്യാഖ്യാനം നമ്മൾ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത് വാക്ക് മാറ്റി പറയുന്ന ആളാകും, ഓന്തിനെ പോലെ നിറം മാറുന്നവരാണ് നമ്മളൊക്കെ എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. ഇതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം മഹാനായ മൂസദ്ദമീരി എന്നവർ, മൂസദ്ദമീരി എന്ന് പറയുമ്പോൾ ജീവികളെ കുറിച്ചിട്ട് പറയുന്ന കിതാബ് തന്നെ മൂപ്പർക്കുണ്ട്. ജീവികളെ കുറിച്ചിട്ട് പറയും, അതിനെക്കുറിച്ച് വ്യക്തമാക്കും, അതിന് ശേഷം തഅബീർ പറയും. ആ ജീവികളുടെ സ്വപ്നം, ആ ജീവിയെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്നുള്ളത് പറയും. അപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ കിതാബിലുള്ള മഹാനവറുകൾ കിതാബിലുള്ള ഓന്തിനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അതിന് വ്യാഖ്യാനമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയുന്നത്? ഉറക്കിൽ ഒരാൾ ഓന്തിനെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം രാജാവിൻ്റെ മന്ത്രി അല്ലെങ്കിൽ സേവകൻ, അല്ലെങ്കിൽ മയ്യത്തിന് വേണ്ടി ഖേദം പ്രകടിപ്പിക്കുന്നവൻ, അങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മറ്റൊരു വ്യാഖ്യാനത്തിൽ ദീനിൽ ഫിത്ന ഉണ്ടാക്കുന്നവൻ ഇങ്ങനെയുമുണ്ട് ഇതിന് വ്യാഖ്യാനം എന്നുള്ളതാണ് നമുക്കതായി തരുന്നത് മഹാനായ മൂസദ്ദമീരി എന്നവർ മനസ്സിലാക്കി തരുന്നത്. പേടിക്കേണ്ട ഒരു വ്യാഖ്യാനം തന്നെയാണ്. ദീനിൽ ഫിത്ന ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ചില്ലറ കാര്യമല്ലല്ലോ. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ തൊട്ടൊക്കെ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.